1 കാണാതെ പഠിക്കുക ആദ്യം പാഠം 2 വാങ്ങണം മാർക്കത് 100 പാഠം 3 ആരനെ കണ്ട് നീ പഠിക്കുക കാണാതെ പഠിച്ചു വാഴണ ലോകത്ത് മാർക്കില്ല നീ ഒരു പാഠം 1 കാണാതെ പഠിക്കുക ആദ്യം പാഠം 2 വാങ്ങണം മാർക്കത് 100 പാഠം 3 ആരനെ കണ്ട് നീ പഠിക്കുക കാണാതെ പഠിച്ചു വാഴണ ലോകത്ത് മാർക്കില്ല നീ ഒരു കടകം കടകത്തിലൊഴിവ് ഭരണി ഭരണിയിലൊഴിവ് പിന്നെ ട്യൂഷൻ വീട്ടില് ആരുടെ മോനെ അടിക്കണേ? നിർത്താനല്ലേ പറഞ്ഞേ? ഉണ്ടാക്കല്ലേ, നിർത്ത്. ശുക്കൂറെ നിർത്ത് ബാവുട്ടി, പറയുന്നൊന്ന് കേക്ക്. ശുക്കൂറെ നിർത്ത, എടാ അടി ഉണ്ടാക്കല്ലേ, നിർത്ത്. മോനെ കൊണ്ടത് പോവോ? ഇപ്പൊ എന്റെ കുട്ടികൾക്കാണല്ലോ പ്രശ്നം. മാറാൻ പറഞ്ഞ് കേൾക്കാത്ത എന്താ എന്റെ മുറ്റത്തും തല്ലുണ്ടാക്കാതെ വല്ല പറമ്പിലും പോയി തല്ലുണ്ടാക്കടാ. ഈ കണ്ട എന്റെ കുട്ടീനെ ആകെ തല്ലി ചാച്ചത് എന്റെ കുട്ടികളൊക്കെ കൂടിയിട്ട് ഈ എന്റെ മോനെ കൊണ്ട് പോയിക്കേ. ഇങ്ങോട്ട് ഒരു ട്യൂഷൻ ക്ലാസ് വാടാ നടക്കാണ്ട്. ഇത് ഏതാ ഈ പിള്ളേരൊക്കെ? അയ്യോ അമ്മ, എന്റെ പിള്ളേരാ. അന്റെ പിള്ളേരോ? വിളിച്ചോണ്ട് പോയിക്കോണം ഒക്കത്തിനെയും, അല്ലെങ്കിൽ ഒക്കത്തിന് ചന്തിക്കണോട് കിട്ടും. ഇതെന്താ നിങ്ങളൊക്കെ പഠിക്കാൻ അങ്ങോട്ട് വരുന്നത്? എന്നിട്ട് അതിന്റെ കോലപ്പത് കണ്ടത് മതി. നാളെ ആരാശ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്നിട്ട് മതി നിങ്ങൾ ട്യൂഷനും പഠിത്തമൊക്കെ. എല്ലാരും പോയിക്കേ. അമൃതേ, അണക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ നീ ആരും ഇങ്ങോട്ട് വരാതിരിക്കാന്ന് വിചാരിക്കണ്ട. നാളെ ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. ആ അമ്മ നാളെ ട്യൂഷൻ ക്ലാസ്സിൽ വരണട്ടാ. സ്കൂളിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ട്യൂഷൻ ക്ലാസ്സിലും ആയി. അമ്മ എന്തായാലും വരണം. എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഇത് പോയി പറഞ്ഞാളെ, എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ആണ്. ഇനിയിപ്പോ അതിന് വരാൻ നിൽക്കുക. ദേവി പിന്നെ ഇതിന്റെ കോഴിക്കൂട് അടച്ചാ വരുമ്പോ അടച്ചിട്ടാ വന്നത്. ആകെ 2 കോഴിയുള്ളേ. ഒരാൾക്ക് ഒരെണ്ണുള്ളൂ. നിങ്ങൾ എന്ത് ഗൾഫാരനാടാ? ഒരാൾക്ക് ഒന്നുള്ളൂ. ഇവിടെ ഒന്നും കൊടുത്തേ അപ്പല്ലേ? ദേവിന്റെ അമ്മ എവിടെ? ചേച്ചിന്റെ അമ്മയ്ക്ക് കുടുംബശ്രീയിൽ വേറെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്താ കാര്യങ്ങൾ പറഞ്ഞ ഞാൻ അരി എടുത്തിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ നടക്കുന്ന എന്തേലും കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്താ കൊലുസുന്റെ വാപ്പ എന്താ? കുൽസുന്റെ വാപ്പാന്ന് അത്ര വലിയ കാര്യം? അപ്പൊ അതല്ലേ? അതല്ല, കുൽസുന്റെ വാപ്പാന്റെ കാര്യം പറയാൻ നിൽക്കുക അവിടെ. എന്താ ഉണ്ടായത് വിജിനോട് ചോദിച്ചോക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കണ്ട കാര്യങ്ങൾ എന്താച്ചാണ്ട് പറഞ്ഞേ. നിങ്ങളെ മക്കളൊക്കെ കൂടെ അവിടുന്ന് ഇവിടുന്ന് വന്നിട്ടേ ഈ മുറ്റത്തുനിന്ന് ഗംഭീര അടിയായിരുന്നു. ഇതാണ് ഇപ്പൊ വലിയ കാര്യം. ഇവനൊക്കെ വീട്ടിലും ഇങ്ങനെ തന്നെ. വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഇട്ടാൽ മതി. ഇങ്ങോട്ട് പറഞ്ഞേക്കണ്ട. സ്കൂളിലേക്ക് പോകുമ്പോ ഒരു പ്രശ്നമില്ല, ഇങ്ങോട്ട് വരുമ്പോ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ആര് സുപ്രന? ഇതൊക്കെ ഏതാ മുതലെന്ന് അറിയാം നിങ്ങക്ക്? എന്താടാ മൂത്രിക്കാൻ പോട്ടെ. അന്റെ ഒരു മൂത്രമൊഴിക്കല് ആദ്യം ഇതിന് തീരുമാനാവട്ടെ. അതെ, എന്റെ മോളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് എന്റെ അമ്മായിന്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. കുറച്ചുകൂടി മിഠായി കൊടുക്കാൻ ബാക്കി. കുൽസുവിന്റെ ഇപ്പൊ അവിടെ കുറച്ചു നേരം കൂടി ഇരിക്കേ. ആദ്യം ഇതിനൊരു തീരുമാനാവട്ടെ. അത് മാത്രല്ല, കുൽസുവിന്റെ കുറച്ച് കാര്യം പറയാനും ഉണ്ട്. നിങ്ങൾ എല്ലാരും കുട്ടികൾക്ക് വേണ്ടിട്ട് ഇപ്പോഴും പണിയുണ്ടായിട്ടില്ലേ? അല്ല, ഞാനിങ്ങനെ അവനെ കൊണ്ടുപോകാനും വരാനും മറ്റേ ചക്ക ബൾബ് ഫുള്ള് ബിസിയാ.
നിങ്ങളിതൊന്ന് കേൾക്കണോ? എൻ്റെ കുട്ടി രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ കടന്നെല്ലും കൂട്ടം പോലെ ചെക്കന്മാര് ഇങ്ങോട്ട് വരുമ്പോഴും ഇതന്നെയാ പാട്. ഓൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിയിച്ചിട്ട് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ സരിതേ? ആ നല്ല സ്ഥലത്താ നിങ്ങള് കുട്ടീനെ കൊടുന്നാക്കിയത്. ഇവിടെ ഡെയിലി ലവ് ലെറ്റർ വായിക്കണേ ഞാൻ കേക്കണല്ലേ. നമ്മുടെ കുട്ടി അതൊന്നും ചെയ്യല്ലേട്ടാ. നമ്മുടെ കുട്ടി ഇൻസ്റ്റാ സ്റ്റാർ ആവണോട്ടാ. വിജയ ഈ അങ്ങനെ പറയരുത്. എന്റെ കുട്ടീനെ പ്രശ്നത്തിനൊക്കത്തിനും കാരണം ആദ്യം ഓനെ നിലക്ക് നിർത്താൻ നോക്ക്. ഓന്റെ ഒരു തലയെക്കെട്ട്. എന്റെ കുട്ടിയപ്പോ പ്രശ്നം ഓന്റെ കെട്ട് ഓന്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങളുടെ ഷുക്കൂറുണ്ടല്ലോ ഓനെ വിളിക്ക്. എന്റെ കുട്ടിയുടെ പോറാകെ പൊളിച്ചിട്ടേക്കണേ. ഷുക്കൂറിനെ വിളിക്ക്. ഓനോട് 2 വർത്താനം പറയാണ്ട്. ഷുക്കൂറിന് ഓന്റെ പോരെ പോയി നോക്ക്. നിങ്ങൾ ആ ഷുക്കൂറിനെ വിളിക്കുമ്പോഴത്തേക്ക് നേരെ ഒരുപാടാവൂലേ? എൻ്റെ വണ്ടിയിൽ മിഠായിരിക്കുന്നുണ്ട്, ഞാൻ എടുത്ത് പോട്ടെന്താ? ഞാൻ പോട്ടെ? നിങ്ങൾ എവിടേക്കാ പോണത്? നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങളെ മോള് ചിന്തിച്ച് എന്താണെന്നറിയോ? ആ ജമീല നയിക്കാൻ നമ്മൾ ചുരിദാർ 4 കഷ്ണാക്കിയിട്ട് ഒന്നും മിണ്ടാണ്ട് അവിടെ ഇറങ്ങിപ്പോയത്. അതിന്റെ 650 എന്റെ കൈ നടത്തിയാ കൊടുത്തത്. ആര്? എന്റെ കുൽസുവോ? ആ നിങ്ങളെ കുൽസ് തന്നെ. ഇപ്പൊ 650 രൂപ ചുരിദാർ അടിച്ചാല് ആ 650 രൂപ തന്നെ. കുൽസുവോ പറ്റിപ്പോയോ അപ്പാ? കുടുങ്ങിയല്ല പടച്ചോനെ. നിങ്ങള് കാർഡ് എടുക്കുവോ? എനിക്ക് എന്റെ പൈസ ഒന്നും വേണ്ട. എടി പ്രസീതേ, ഇവളടിച്ചാലും ശരിയാവില്ല. അതിന് കണ്ണൊന്നും കാണില്ല ശരിക്കും. ഇന്നാള് ഞാനൊരു ചുരിദാർ അടിക്കാൻ കൊടുത്തിട്ട് നാശാക്കിട്ടാ തന്നത്. അതിന്റെ ശേഷം ഞാൻ കൊടുക്കാറില്ല. ഈ കൊടുക്കലുണ്ടാ? ഞാനും അതെ. നമ്മളെ ചെക്കൻ ഇങ്ങോട്ട് വന്നിരുന്നാ സുക്കൂറ്? നിങ്ങളെ ചെക്കൻ ഇങ്ങോട്ട് ഓൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ എന്നോട്. ഓൻ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ബാലാല എവിടെ പോയി എടുക്കണ്? സുക്കൂറേ, സുക്കൂറേ, എവിടെയാണ് ഈ ചെക്കൻ പോയി എടുക്കണ്? ഇവിടെ പാടാ. ആ തൊപ്പിടുത്ത തല്ലിട്ടുണ്ടോ? എന്തിനാണ് ഇവിടെ പരിപാടി പറഞ്ഞോള്? കാര്യങ്ങളുണ്ട്. വല്ലാത്തൊരു പരിപാടി. അങ്ങനെ ഇടിച്ചോ അവിടുന്ന്. പോ അപ്പുറം പോ. ആ എന്താണ് പരിപാടി? സലാമലൈക്കും. ഇജ്ജ് അപ്പളെ വന്ന് ഒത്തിരിക്കും. ആ എന്താ എന്റെ വർത്താനോ? സുഖജീവിതം. ആ ഇനി തുടങ്ങിക്കോളി. എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അൽഹംദുലില്ലാ. പിന്നെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. അനക്കിപ്പോ എന്താ പ്രശ്നം? എന്റെ മോളെ ജീവിക്കാൻ അനുവദിക്കണില്ല ഈ ചെക്കൻ. അന്റെ മോനല്ലായിക്കൂടെ പോകുമ്പോ എന്റെ മോനെ നോക്കിക്കലേ. എന്റെ മോൻ മതിലുമ കേറിയിട്ട് എന്തിനാ ഷൂ എന്ന് വിളിക്കണ വിളേനെ? എന്റെ മോളെ ശൂശു വിളിക്കാൻ എന്റെ മോളെ സിനിമ നടിയാ. ആ എന്റെ മോള് ഇൻസ്റ്റാ സ്റ്റാർ ആണ്. എന്തേ ചേച്ചിന്റെ അമ്മക്ക് വരാൻ പറ്റില്ല, കല്യാണം ഉണ്ട്. അത് നന്നായി. ഇതിന്റെ ഇടയ്ക്ക് നിന്റെ അമ്മയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇജ്ജല്ല ഇപ്പോഴത്തെ ട്യൂഷൻ ടീച്ചർ. അന്നൊന്ന് കാണാൻ കുത്തിരിക്കായിരുന്നു ഞാൻ. ജി കുട്ടികൾ അത് ഇതൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കണ. ഞാൻ മദ്രസയിലെ കുട്ടികളോട് പറയണ മനുഷ്യന്മാർ മണ്ണിലുണ്ടാവുകയെന്ന്. ജി കുരങ്ങലുണ്ടാവുമെന്ന് അറിഞ്ഞ് പഠിപ്പിക്കണ്. എന്തിനാണ് ഈ അയൽക്കുലത്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കണത്? അതൊരു ബുക്കിലുള്ള. ഏത് ബുക്കില്? സയൻസില്. എന്ത് സയൻസ്? ഞമ്മക്കൊന്നും സയൻസ് അറിയാത്തതാ. ഓടെ ഒരു സയൻസ് കപ്പാടത്ത് ഞാൻ ആ തോട്ടിക്കാൻ ഇടൂ. അല്ലേലും ഇവൾക്ക് ഈ സയൻസിനെ പറ്റിയൊന്നും അറിയില്ല. ഇവളിവിടെ ഒരിക്കൽ പറയും കുട്ടിയോട് ഭൂമി ഉരുണ്ടിട്ടാണെന്ന്, പിന്നെ പറയും പരന്നിട്ടാണെന്ന്. ചെക്ക് സ്കൂളിൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ അങ്ങോട്ട് ചെന്ന് പറയും. എന്നിട്ട് ടീച്ചർ അവിടുന്ന് വിളിച്ചിട്ട് എന്നെ വഴക്ക് പറയണു. ഇത് എന്ത് സയൻസ് ഇവിടെ പഠിപ്പിക്കണത്? നിങ്ങളൊക്കെ വർത്താനം കേട്ടതൊന്നും ഇവരൊക്കെ 100-ൽ 100 വാങ്ങിച്ചിരിക്കുന്ന കുട്ടികളാണ്. അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടാവിന്. ഓ ചേച്ചി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ? ടീച്ചർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. എന്നാലേ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റൂ. ഇങ്ങനെ ഒരു താങ്കോ. അയ്യടോ ഈ എന്തിനാ ഇവിടെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണേ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഇനിയിപ്പോ അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ എന്റെ അനിയനെ കൊണ്ടാക്കാൻ വരുന്നു. ഓ പിന്നെ അനിയനെ കൊണ്ടാക്കാൻ വരട്ടെ. ഇപ്പൊ അതാ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി അസുഖം കൂടുതലാ. പിന്നെ കാണാൻ സുന്ദരിയായിട്ടുള്ള ടീച്ചറും കാണാൻ വളരെ ചെറുപ്പക്കാരനും വരുമ്പോ ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞോണ്ടാവും. എന്റെ മോളെ സയൻസ് പഠിപ്പിക്കാൻ ആരും വരണ്ട. അസലായി പഠിച്ച് മാർക്ക് മേടിച്ചിട്ട് ട്യൂഷൻ ടീച്ചർ ആയത്. ശരി. അപ്പൊ എന്റെ മോളാണ് ഇതില്ലേ? നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ട. എന്റെ വണ്ടിയിലൊന്ന് മിഠായി അലിയണ്ടേ? എന്റെ മുട്ടാടെ കഥ വിളിച്ച് ചങ്ങായ. ഇവന്റെ വാപ്പ എന്റെ മോ ഗൾഫിൽ നിന്ന് കണ്ടമാനം മുട്ടായി ആ നാട്ടിൽ കൊടുന്നത്. കുറെ കുട്ടികൾ നാട്ടിൽ നിന്ന് കുരുട്ട് പോയി, കുറെ നശിച്ചും പോയി. എന്നിട്ടാ ഇപ്പൊ ഇത് ഇജ്ജ് പറയും മോളെ കാര്യം എന്താ വെച്ചാല്. ഷുക്കൂർ ഇവിടെ വന്നാ ഇജ്ജ് എവിടേക്കാണ്ട നടക്കും. നിങ്ങളെ മുട്ടായി കഥ ഒന്ന് നിർത്തിയിട്ട് കാര്യം എന്താ വെച്ചാ പറയും. കൊറേ നേരമായി വന്നിരിക്കണ്. അത് ശരിയാ. എന്റെ അരി ഇപ്പൊ വെന്തേറി കാണല്ലോ ദൈവം. ഏതരി ഇട്ടേക്കണ്? എടി റേഷന്റെ അരിയാണേ. അപ്പൊ എന്തുണ്ടാവും? എല്ലാരും പണിയൊക്കെ നിർത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഷുക്കൂറെ അന്റെ വെല്ലിപ്പാനെ കൊണ്ടേക്കാം. എന്താ മൂപ്പരി പറയുന്നത്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തേലും ചെയ്യും. കൊണ്ടുപോകും വേഗം അതിനെ. ഒരു ആര് പറഞ്ഞാലും കേക്കില്ല. എന്തിപ്പോ ചെയ്യാ? എന്തേലും ഐഡിയ പറഞ്ഞേ. ചേച്ചി നമ്പർ പഠിക്കാം. നിന്റെ ഒരു 50 വലിപ്പം കൂടായി തോന്നുന്നു. ഞാൻ പോയി നോക്കി വരാം. ചെറുപ്പൊന്നുമല്ലല്ലോ, കുറെ വയസ്സായിട്ടുള്ള ആളല്ലേ. പോയിട്ട് നിസ്കരിക്കാനും പോവാനൊക്കെ ഉള്ളതാണ്. എന്താ തുറന്ന് പറയുന്നത്? നിങ്ങൾ അങ്ങനെ കാര്യം പറയും. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? കണ്ട അവിടെ ഇവിടെ ചെക്കന്മാർ വന്നിട്ട് ഈ മുറ്റത്തൊന്നും തല്ലുണ്ടാക്കുന്നത്. ആര് തല്ലുണ്ടാക്കിയ കാര്യങ്ങൾ ഈ പറയണത്? എന്റെ കുട്ടി കുളിച്ചു പെടുന്നത് പറയണത് നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ എന്റെ മോനെ പ്രശ്നം അതൊന്നും എനിക്കറിയില്ല. അതെ അവൻ തന്നെ. അവൻ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവരും കുഴപ്പം. എന്റെ ആ പാവം പിള്ളേരെ അമ്മ ഇപ്പൊ വഴക്ക് പറഞ്ഞു കണ്ടില്ലേ? അതിന് കാരണം ആരാ? ഇമാരെ തന്നെ. കാലത്തോട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ നടന്നിട്ട് എന്റെ കുട്ടീനെ കളിയാക്കുക. പിന്നെ കുരുത്തക്കേട് കാണിച്ചവന് പറയണ്ടേ?
അനക്ക് ഞാൻ വെച്ചിട്ടാ. അങ്ങനെ അവനെ മാത്രം ഒന്നും പറയണ്ട. ഈ അൽക്കുലത്ത് വലിയപ്പടെ പേരക്കുട്ടിയില്ലേ ശുക്കൂർ, അവനാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അങ്ങനൊന്നും ചെയ്യില്ല. ഓൻ അങ്ങനല്ല ഞങ്ങൾ വളർത്തിയത്. നിങ്ങളൊരു വരേണ്ട വരച്ചാ അതിന്റെ അപ്പുറം നടക്കൂലേ. അൽക്കുലത്ത് വല്യ പാത്ര എന്ത് വർത്താനവള് പറയുന്നത്? ഞാൻ മാത്രം എല്ലാരും ഉണ്ട്. എന്താണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ വർത്താനാക്കില്ലേ ഇത്? കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്കാണല്ലോ. എനിക്ക് പിന്നെ കുറെ പേഴ്സണൽ എല്ലാരും കൂടി ആയല്ലോ. ആവശ്യമില്ലാതെ പിള്ളേരുമായിട്ടുള്ള ചുമ്മാ പ്രശ്നമുണ്ടാകും. നിങ്ങളത് എന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യമില്ല. ആരും നിങ്ങൾ അൽക്കുലത്ത് വലിയ പറഞ്ഞ ചുമ്മാ നിങ്ങൾ ഈ വാങ്ങണ്ട തന്നെ. ആദ്യം നിങ്ങൾ ഗൾഫിൽ പോകുന്നു. ആര് വായി തുറന്നിട്ടാണ്? ഞാൻ വായി തുറന്നില്ല. എന്നെ കണ്ടായി പിള്ളേർ ഇത്രയും നന്നായിട്ട് നിങ്ങളെ വീട്ടിൽ ഇറങ്ങിയവരായിരിക്കും. എനിക്ക് വായി തുറന്നില്ല. പിന്നെ നിങ്ങൾ പിള്ളേരെ ഞാനിവിടെ എന്റെ വലിയതിനോട് പഠിക്കാൻ ഇളക്കാൻ കളയും ഞാൻ പോലും ഇപ്പോഴായിട്ട് വന്നാൽ അതിനാരൊന്നുമില്ല. അത് ഞാൻ നോക്കണം. നിങ്ങൾ എന്നെ കഴിവു കെട്ടവനെന്നു വിളിച്ചു ചിരിച്ച പിറ ഉലകമേ നീ കേൾക്ക. ഈ ലൈഫ് എന്തിനാന്നു ചൊല്ലിയോരെല്ലാം എന്റെ കഥ വള്ളിയും പുള്ളിയും തെറ്റിക്കാതെ കാണുക.